ഇറാനിലെ US-ഇസ്രായേൽ സംയുക്ത ആക്രമണം അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ലോകമെമ്പാടും അതിപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ്. ആയത്തുള്ള അലി ഖമനേയെ അമേരിക്ക കൊന്നിരിക്കുന്നു എന്നതാണ് ആ വാർത്ത. ഇതിൽ ദുബായ് അടക്കം ഇപ്പോൾ ദുബായ് എയർപോർട്ടിലൊക്കെ പലതരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടായിരിക്കും ഗൾഫ് രാജ്യങ്ങൾ ഇറാനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്താതിരുന്നത്? എന്തായിരിക്കും അതിന് പിന്നിലുള്ള കാരണം? ശരിയാണ്, അമേരിക്കയുടെ ഇസ്രായേലിന്റെ സംയുക്ത ആക്രമണത്തെ നേരിടുകയാണ് ഇറാൻ. ഈ ഒരു സാഹചര്യത്തിൽ പലരും, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളും അതുപോലെ കേരളത്തിലുള്ള ചില സ്വയം പ്രഖ്യാപിത മധ്യപൂർവേഷ്യ നിരീക്ഷകരുമൊക്കെ ഇറാനെ നേരിട്ട് വന്ന് പിന്തുണച്ചില്ലെങ്കിലും ഈ യുദ്ധത്തെ തടയിടാൻ മിഡിൽ ഈസ്റ്റ്, ഗൾഫ് രംഗത്ത് വരുമെന്നൊക്കെയുള്ള ധാരണ പലർക്കും ഉണ്ടായിരുന്നു. അതിന്റെ ഒരു കാരണം തങ്ങൾ GCC എന്ന് പറയുന്ന ഗൾഫ് കോർപ്പറേഷൻ കൗൺസില് തങ്ങളുടെ വ്യോമ എയർ സ്പേസ് ഇറാനെതിരെയുള്ള ആക്രമണത്തിന് ഉപയോഗിക്കരുത് എന്ന് അമേരിക്കയോട് പറഞ്ഞിരുന്നു. അതായത് ഇപ്പൊ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വ്യോമത്താവളം ഖത്തറിലാണ്. അല്ലെങ്കിൽ അമേരിക്കയുടെ 5ാം നാവിക സേന, 5th നേവൽ ഫോഴ്സ്, അവര് നാവികപ്പട ബഹ്റിൻ ആസ്ഥാനം മനാമ, ബഹ്റിന്റെ ആസ്ഥാനമായ മനാമയെ, തലസ്ഥാനമായ മനാമ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ ഇവിടെ നിന്നും ഒന്നും ആക്രമണങ്ങൾ ഇറാന് നേരെ നടത്തരുത് എന്ന് അവർ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇറാൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു, യുദ്ധം തുടങ്ങിയാൽ നെയ്ബറിംഗ് രാജ്യങ്ങളിൽ, അതായത് അയൽ രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ താവളങ്ങളെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തങ്ങൾ ആക്രമിക്കും. ഈ ആക്രമണം ഇറാൻ തുടങ്ങി. അതാണ് GCCയെ പ്രകോപിപ്പിച്ചത്. അപ്പോ ഇറാനും അവിടെ ഒരു മണ്ടത്തരം കാണിച്ചു. അതായത് ഗൾഫിലുള്ള അവരുടെ സൈനിക കേന്ദ്രങ്ങളെ, അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പാടില്ലായിരുന്നു. ഇറാൻ അത് ചെയ്തു. പക്ഷെ ഇറാന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇറാന് വേറെ ഓപ്ഷൻ ഇല്ല. ഇറാനുള്ള പരമാവധി, ഇറാന്റെ കൈവശമുള്ള മിസൈലുകൾക്ക് അല്ലെങ്കിൽ ഡ്രോണുകൾക്ക് പരമാവധി എത്തിച്ചേരാൻ പറ്റുന്ന ദൂരം ഒരു 2000 കിലോമീറ്റർ ഒക്കെയാണ്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, അമേരിക്കയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഉത്തര കൊറിയയുടെ കൈവശമുള്ള ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പോലുള്ള മിസൈലുകൾ ഇറാന്റെ കൈവശം ഇല്ലെങ്കിൽ അമേരിക്കയെ ഇറാന് നേരിട്ട് ആക്രമിക്കാൻ പറ്റില്ല. ഇറാന്റെ കൈവശം പ്രിസിഷൻ വെപ്പൺസോ ഗൈഡഡ് മ്യൂണിഷനോ രണ്ടുമില്ല. ഇതൊക്കെ കാരണം ഒരിക്കലും അമേരിക്കയുടെ ഒരു നാവിക കപ്പലിനെ ടാർഗറ്റ് ചെയ്യാൻ ഇറാന് പറ്റില്ല. ഇറാൻ ആകെ ചെയ്യാവുന്നത് അമേരിക്കയുടെ ഈ 2000 കിലോമീറ്റർ പരിധിക്കുള്ളിലുള്ള രാജ്യങ്ങൾ, 2500 കിലോമീറ്റർ പരമാവധി. അപ്പൊ സൗദി തൊട്ട്, റിയാദ് തൊട്ട് മനാമ, ദുബൈ ഇവിടങ്ങളിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഖത്തർ, ഇവിടെയെല്ലാം ഉള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കുക എന്നത് മാത്രമാണ് ഇറാന്റെ മുന്നിലുള്ള പോംവഴി. അതുകൊണ്ടാണ് ഇറാൻ അത് ചെയ്തത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇറാൻ ഒമാനെ ആക്രമിച്ചില്ല. കാരണം ഒമാൻ താരതമ്യേന നിഷ്പക്ഷ രാജ്യമായിട്ടാണ് ഗൾഫിൽ അറിയപ്പെടുന്നത്. ഒമാനിൽ അമേരിക്കൻ സാന്നിധ്യമൊക്കെ ഉണ്ടെങ്കിലും ഒമാൻ ഈ വിഷയത്തിലൊക്കെ വളരെ നിഷ്പക്ഷമായ ഒരു നിലപാടാണ് എടുക്കുന്നത്. ഒമാന്റെ നിലപാട് ഇറാനും അംഗീകരിച്ചു എന്നതുകൊണ്ടായിരിക്കണം. ബാക്കി മനാമയിൽ ആക്രമണം ഉണ്ടായി, ദുബൈയിൽ ആക്രമണം ഉണ്ടായി, അബുദാബിയിൽ ആക്രമണം ഉണ്ടായി, റിയാദിൽ ആക്രമണം ഉണ്ടായി, ഖത്തറിൽ ആക്രമണം ഉണ്ടായി. പക്ഷേ മസ്കറ്റിലോ അല്ലെങ്കിൽ ഒമാന്റെ മറ്റു നഗരങ്ങളെ ഒന്നും ഇറാൻ ലക്ഷ്യം വെച്ചില്ല. ഇറാന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യം. അതാണ് ഇതിന്റെ ഒരു കാരണം. പിന്നെ ഇറാൻ ലക്ഷ്യം വെച്ചിരിക്കുന്നതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുന്നി രാജ്യങ്ങളെ. ഒമാൻ സുന്നി ഭൂരിപക്ഷ രാജ്യമല്ല, ഇബാദി എന്നൊരു വിഭാഗമാണ്. ആ ഇബാദികൾ ഒമാന് പുറത്ത് വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എന്തോ 1-2 രാജ്യങ്ങളിൽ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. സാൻസിബർ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിൽ മാത്രമേ ഇബാദി. അത് കാരണം ആയിരിക്കാം ഇറാനെ അതല്ലെങ്കിൽ ഇറാൻ ഒമാനെ ആക്രമിക്കാതിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്ഥിതിയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിന് ഇറാൻ ഒരു സുഹൃത്തല്ല.
നമ്മുടെ കേരളത്തിലുള്ള പല ബുദ്ധിജീവികൾ ഇപ്പം മാധ്യമത്തിന്റെ ചർച്ചയിലും മീഡിയ വണിന്റെ ചർച്ചയിലും ഒക്കെ അവർ ചിന്തിക്കുന്ന പോലെ അല്ല. ശരിക്കും പിന്നെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷിയാക്കളുമായിട്ട് വലിയ ഒരു ബന്ധമൊന്നുമില്ല. നിങ്ങൾ ഈ അടുത്ത സമയത്ത് പാകിസ്ഥാനിലെ ഒരു ഷിയ പള്ളിയിലെ വലിയ സ്ഫോടനം ഉണ്ടായി. ഒരു 10-40ഓളം ആൾക്കാർ കൊല്ലപ്പെട്ടു. 100-150 ആൾക്കാരിലധികം പേർക്ക് പരിക്കേറ്റു. അതിൽ പലർക്കും ഗുരുതരമായി പരിക്കേറ്റു. അപ്പൊ ഇത്തരം സംഘർഷങ്ങൾ ഇസ്ലാമിക ലോകത്ത് പതിവാണ്. ഗൾഫ് ഒരു കാലഘട്ടത്തിലും, അതായത് നിങ്ങൾ പലപ്പോഴും ഇറാനിയൻസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ നോക്കിയാൽ അറബികളെ എന്താണ് നീചമായിട്ട് അറബികളെ വിമർശിക്കുന്ന പോസ്റ്റുകളാണ് ഇറാനിയൻസ് ഇടുന്നത്. ഇറാനിയൻ ജനത പഴയ കാലത്ത് ഞാൻ കുറെ ഇറാൻകാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരൊക്കെ തന്നെ അവരൊരു സുപ്പീരിയർ റേസ് ആണെന്നുള്ള ഒരു സങ്കല്പം അവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അറബികളെ അവർ ഡെസേർട്ട് ബോയ്സ് എന്നും ഈ ഒട്ടകത്തിനെയൊക്കെ വെച്ച് കളിയാകും അറബികളെ. അവർക്കൊട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അറബികൾ. അറബ് ഭാഷ അല്ല ഇറാനിൽ സംസാരിക്കുന്നത്. ഇറാഖ് യഥാർത്ഥത്തിൽ അറബ് ഭാഷ സംസാരിക്കുന്ന രാജ്യമാണ്. പക്ഷേ ഇറാൻ ഫാർസി അല്ലെ പേർഷ്യൻ എന്ന് പറയുന്ന ഭാഷയാണ് അവിടെ സംസാരിക്കുന്നത്. അവരെല്ലാ കാര്യത്തിലും അറബികളിൽ നിന്ന് വ്യത്യസ്തരാണ്. ഈ മൊത്തത്തിലുള്ള മുസ്ലിം രാജ്യങ്ങൾ അറബ് പൈതൃകം ഏറ്റെടുക്കാൻ ശ്രമിക്കും. പാകിസ്ഥാന് യഥാർത്ഥത്തിൽ ഭാരതീയ പൈതൃകമാണ്. പക്ഷെ അവര് ഞങ്ങളിൽ അറബ് രക്തമാണ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത്. പക്ഷെ ഒരിക്കലും ഇറാനിയൻ ജനത അങ്ങനെ പറയില്ല. അവർക്ക് അത് നാണക്കേടാണ്. അറബികളെക്കാൾ എത്രയോ വലിയ സാംസ്കാരിക പാരമ്പര്യമുള്ളവരാണ് തങ്ങൾ എന്നുള്ള നിലപാടാണ് ഇറാൻകാർ. നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കിയാൽ ഈ GCCയിലെ ഒരു രാജ്യത്തും സ്വന്തമായിട്ട് അവർക്ക് ബ്രാൻഡുകളോ പ്രോഡക്റ്റോ ഒന്നും, ഇതെല്ലാം ഇറക്കുമതിയിലാണ് അവർ നിലനിൽക്കുന്നത്. മാർക്കറ്റിങ്ങുകാരാണ് അവിടെ ഏറ്റവും വലിയ മിടുക്കന്മാർ. ഏത് കമ്പനിയുടെയും MD ആവുന്നു, ചെയർമാൻ ആവുന്നു മാർക്കറ്റിങ്ങുകാരാണ്. ലോകത്ത് ഒരു രാജ്യത്തും അത് സംഭവിക്കില്ല. പക്ഷെ ഇറാനിൽ അങ്ങനെയല്ല. ഇറാനിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഉള്ള രാജ്യം. ഇറാൻ സ്വന്തമായിട്ട് കാർ നിർമ്മിക്കും. ഇറാൻ സ്വന്തമായിട്ട് ഡ്രോണുകൾ ഉണ്ടാക്കി. ഇറാൻ സ്വന്തമായിട്ട് മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അമേരിക്കയുടെ ഉപരോധങ്ങൾക്ക് നടുവിൽ ശ്വാസം മുട്ടുമ്പോൾ ഇറാൻ എന്ന രാജ്യം അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു രാജ്യം. പക്ഷെ അതൊക്കെ ആണെങ്കിലും അവർ സ്വയം വിചാരിക്കുന്നത് അവർ അമേരിക്കയുമായിട്ട് സൗഹൃദമാകുമെന്ന്. അപ്പം ഇതിനകത്തിലൊക്കെ പാരഡോക്സസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അത് നമ്മുടെ നാട്ടിലുമൊക്കെ ഉണ്ട് പാരഡോക്സ്. ഇപ്പം മുന്നോക്ക ജാതിക്കാരെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ചില വ്യക്തികൾക്ക് അവസരം കിട്ടിയ അവർ പേര് മാറ്റി സ്വയം മുന്നോക്കം പോകും. ഇതൊക്കെ ഈ മനുഷ്യന്റെ മനസ്സിലുള്ള വൈരുദ്ധ്യങ്ങളാണ്. ഇപ്പം ഏറ്റവും വലിയ എന്താണ് ദളിത് പീഡനത്തെ കുറിച്ചൊക്കെ വലിയ പാടി നടക്കുന്ന വേടൻ കല്യാണം കഴിച്ചത് ദളിത് സ്ത്രീ അല്ലല്ലോ. കറുപ്പ് നിറത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പാടി നടന്ന വേടൻ വിവാഹം കഴിക്കാൻ ഒരു കറുത്ത ആളിനെ അല്ലല്ലോ നോക്കിയത്. ഇതൊക്കെ മനുഷ്യ മനസ്സിന്റെ ചില പാരഡോക്സസ് ആണ്. ആ പാരഡോക്സ് ഇറാനിലുണ്ട്. ഇറാൻ അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യുമ്പോഴും ഇറാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ സുഹൃത്താവാണ്. ഇറാന്റെ ബഹുഭൂരിപക്ഷം ജനത അങ്ങനെയാണ്. അത് നമ്മൾ അവരുമായിട്ട് സംസാരിച്ചാലേ നമുക്ക് മനസ്സിലാവും. അവർ കോംപ്ലക്സ് വ്യക്തിത്വമുള്ള. ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് അറബികൾ വളരെ സിമ്പിൾ വ്യക്തിത്വമുള്ള ആൾക്കാരാണ്. നിങ്ങളൊരു അറബിയോട് നിങ്ങളെ കാണാൻ സുന്ദരനായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ അയാൾ അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കും. പക്ഷെ ഒരു ശരാശരി ഇന്ത്യക്കാരനാണ് ഇപ്പം നിങ്ങൾ ഒരു സുഹൃത്തിനോട് ചോദിക്കുക, അളിയ നീ വലിയ സുന്ദരനാണല്ലോടാ എന്ന് പറഞ്ഞാൽ അത് രണ്ടർത്ഥത്തിലായിരിക്കും എടുക്കുന്നത്. ചിലപ്പോൾ കളിയാകുവാണോ എന്നൊരു സംശയം വരും. അങ്ങനെ ചിന്തിക്കാൻ ശേഷിയുള്ള ജനതകളാണ് ഇന്ത്യക്കാര്, ഇറാൻകാര്, ഈജിപ്ഷ്യൻസ്. ഇവരൊക്കെ നോക്കുമ്പോൾ പൗരാണിക സംസ്കാരമുള്ളവരാണ്. ഈ എല്ലാ കാര്യത്തിലും ന്യൂവാൻസ്, സട്ടിലിറ്റീസ്, സൂക്ഷ്മ വശങ്ങളിലേക്ക് വെറും പുറത്തു കാണുന്ന അർത്ഥം മാത്രമല്ല അതിനുള്ളിലേക്ക് അർത്ഥങ്ങൾ തിരിച്ചറിയാൻ ശേഷിയുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇറാനിയൻ ജനത അത്തരമൊരു ജനതയാണ്. അറബ് ജനത മറ്റൊരു സംസ്കാരമാണ്. അറബികൾ ഇപ്പോഴത്തെ ഒരു നിലപാടനുസരിച്ച് അറബികൾ ഇറാനൊപ്പമല്ല. അതായിരിക്കാം അമേരിക്കയും ഇസ്രായേലിനും ഈ ആക്രമണം നടത്താൻ ധൈര്യം കൊടുത്തു. ഈ ആക്രമണം, അതായത് ടെഹ്റാൻ റിയാദിലോട്ട് മിസൈൽ അയച്ചതിന് ശേഷം സൗദി ഒരു പ്രസ്താവന ഇറക്കി. ഗ്രേവ് കോൺസിക്വൻസസ്
ഈ എന്ന് പറഞ്ഞിട്ടാണ് അത് ഹെഡ്ലൈൻ ഇട്ടത്. അതായത് സൗദിയെ ആക്രമിച്ചാൽ അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാൻ അവർ മുന്നറിയിപ്പ് കൊടുത്തു. മാത്രവുമല്ല, if Iran attacks, we will put all our capabilities at the disposal of our allies എന്ന്, അതായത് നമ്മുടെ സൈനിക ശേഷി നമ്മളെ പിന്തുണയ്ക്കുന്നവർക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ നമ്മൾ ഒരുക്കി കൊടുക്കും എന്നൊരു മുന്നറിയിപ്പ് ഇറാന് സൗദി കൊടുത്തു. അതായത് GCC രാജ്യങ്ങൾ മൊത്തമായിട്ട് ഇറാനെതിരെ തിരിച്ചടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് സൗദി, ഖത്തർ, UAE, ബഹ്റിൻ ഇവരെല്ലാം ഒരുമിച്ച് ഇറാനെതിരെ ആക്രമണം നടത്താൻ പോലുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഖത്തർ സൗദി ഫോറിൻ മിനിസ്റ്ററുടെ ഒരു പ്രസ്താവനയിൽ കിങ്ഡം ഓഫ് സൗദി അറേബ്യ കണ്ടംസ് ആൻഡ് ഡിനൗൺസസ് ഇൻ സ്ട്രോങ്ങസ്റ്റ് ടേംസ് ദ ബ്ലാറ്റന്റ് ഇറാനിയൻ അറ്റാക്സ് ഓർ അഗ്രഷൻ എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഏറ്റവും ശക്തമായ ഭാഷയിൽ ഇറാന്റെ ആക്രമണത്തെ ഞങ്ങൾ തള്ളിപ്പറയുന്നു, ഞങ്ങൾ അതിനെ എതിർക്കുന്നു. ഇതൊക്കെ വളരെ അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത രീതിയിലാണ് അവർ പ്രസ്താവന ഇറക്കിയത്. അതുപോലെ ബഹ്റിൻ ഇറക്കിയ പ്രസ്താവനയിൽ ദ അറ്റാക്ക് ഓഫ് ഇറാൻ ഈസ് എ ബ്രൂട്ടൽ വയലേഷൻ ഓഫ് ബഹ്റിൻസ് സോവറൈനിറ്റി എന്നാണ് പറഞ്ഞത്. അതായത് ബഹ്റിന്റെ പരമാധികാരത്തെ എതിരെയുള്ള ഒരു കടന്നാക്രമണമുണ്ട്, അതൊരു ബ്ലാറ്റന്റ് അറ്റാക്ക് വയലേഷൻ ആയിട്ടാണ് ബഹ്റിൻ ഈ ആക്രമണത്തെ. ഖത്തർ ആണെങ്കിലോ ടാർഗറ്റിംഗ് ഓഫ് ഖത്തർ ബൈ എ നെയ്ബറിംഗ് കൺട്രി cannot be accepted under any circumstances. നമ്മൾ നോക്കിയേ, ഗൾഫ് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇറാനെതിരെ പ്രസ്താവനകൾ ഇറക്കിയിരിക്കുക. അപ്പം നമ്മുടെ നാട്ടിലെ ചില ആൾക്കാർ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. യാഥാർത്ഥ്യം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ല. പക്ഷെ പിന്നെ താത്വികമായിട്ട് നോക്കുമ്പോൾ അമേരിക്കയുടെ ആക്രമണത്തോട് നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. പരമാധികാര രാഷ്ട്രമായ ഇറാന്റെ ഒരു പിന്നെ എന്താണ്, അവരുടെ ഒരു പരമാധികാരത്തെ ചോദ്യം ചെയ്തതുകൊണ്ടാണല്ലോ അവരിതെല്ലാം ചെയ്തത്. പക്ഷെ ഗൾഫ് രാജ്യങ്ങളൊന്നും അത് പറയുന്നില്ലല്ലോ. നിങ്ങൾ ഈ പ്രസ്താവനകൾ നോക്കുമ്പോൾ അറിയാമല്ലോ, അവര് ഗൾഫിലെ കേന്ദ്രങ്ങളെ ആക്രമിച്ചതിനെയാണ് വിമർശിക്കുന്നത്, ഇറാനെ ആക്രമിച്ചതിനെ അവരാരും വിമർശിച്ചിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പൊ അതായത് ഇറാന് സുഹൃത്തുക്കൾ വളരെ കുറവാണ്. ചൈനയോ റഷ്യയോ വല്ലതും എന്തെങ്കിലുമൊക്കെ ഞരങ്ങ് മുളച്ച്, ഇന്ത്യയെ അവർ അമേരിക്കയും ഇസ്രായേലും ഒക്കെ പിന്നെ ഇന്ത്യയെ കൂടെ നിർത്തിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഒരുപാട് വാഗ്ദാനങ്ങൾ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ടാവും. എന്തായാലും ഇന്ത്യയെ കൂടെ നിർത്തിക്കഴിഞ്ഞു. ഇന്ത്യ തൽക്കാലം ആരുടെയും പക്ഷത്ത് നിൽക്കില്ല. ഇന്ത്യ നിശബ്ദമായിരിക്കുകയും, അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ അവരുടെ പോരാട്ട വീര്യത്തിൻ്റെയും അവരുടെ റെസിലിയൻസ് അതിൻ്റെയും ഒക്കെ തിരിച്ചു വരാനുള്ള ശേഷിയുടെയും ഒക്കെ ഒരു അഗ്നിപരീക്ഷയായിരിക്കും. പക്ഷെ ഇറാനിലെ ജനത, അവിടെ പ്രക്ഷോഭകാരികൾ ഇറാൻ ഭരണകൂടത്തിന് എതിരായ സ്ഥിതിക്ക് തീർച്ചയായിട്ടും അവിടെ ഇപ്പോഴത്തെ ഭരണകൂടത്തിന് വലിയ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഇതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സമയം അവസാനിച്ച കാരണം ഞാൻ തൽക്കാലം നിർത്തുകയാണ്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ